ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18 അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 18 4 മുതൽ 7 വരെ. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവനാകുന്നു. ഇങ്ങനെയുള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ താഴ്ത്തിക്കളയുന്നത് അവന് നന്ന്. ഇടർച്ച ഹേതുവായി ലോകത്തിന് അയ്യോ കഷ്ടം. ഇടർച്ച വരുന്നത് ആവശ്യം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുന്ന മനുഷ്യന് അയ്യോ കഷ്ടം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ രാജ്യത്തിൽ ഏറ്റവും വലിയവനായിരിക്കും. പുതുജനനത്തിൽ സ്വയത്യാഗം ഉൾച്ചേർത്ത് കർത്താവിനോട് കൂടെ ചേർന്ന് നിൽക്കണമെന്നാണ് ഈ ഒരു വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വലിയവരാകാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. നമ്മൾ സാധാരണ മറ്റുള്ളവരോട് പറയുമ്പോൾ ഓരോ ഉദാഹരണങ്ങൾ കാട്ടി ഇന്നയാളിനെ പോലെ ആകണം, ലോക ചരിത്രത്തിൽ വലിയ സ്ഥാനം നേടിയ ആളുകളെ ഉദാഹരണമായി നമ്മൾ ഉയർത്താറുണ്ട്. വലിയവരാകണമെന്ന് ലോകം നമ്മോട് പറയുമ്പോൾ യേശുക്രിസ്തു മാത്രമാണ് ചെറിയവനാകണം എന്ന് ഉപദേശം നമുക്ക് നൽകിയിട്ടുള്ളത്. വലിയവരാകുന്നതിനേക്കാൾ പ്രയാസമാണ് ചെറിയവരാകുക എന്നത്. അപ്പോൾ ചെറുതാകലിൻ്റെ സുവിശേഷമാണ് കർത്താവ് പറയുന്നത്. അതാണ് ദൈവരാജ്യത്തിൻ്റെ മാതൃക അല്ലെങ്കിൽ അടയാളം എന്ന് പറയുന്നത്. യഹൂദ സമൂഹത്തിൽ ശിശുക്കൾക്ക് സ്ഥാനം ഒട്ടുമില്ലായിരുന്നു. ഏറെക്കുറെ 12 വയസ്സിന് താഴെയുള്ള ശിശുക്കളെയെല്ലാം അകറ്റി നിർത്തിയ ഒരു യഹൂദ സമ്പ്രദായത്തിൽ ശിശുക്കളെ ചേർത്ത് നിർത്തുന്ന കർത്താവിൻ്റെ ആ ഒരു വലിയ നിലപാട് വിപ്ലവാത്മകമായിട്ടുള്ള ഒരു നിലപാട് തന്നെയായിരുന്നു. അതിൻ്റെ അർത്ഥം ശിശുവിന് സമാനമായ മനോഭാവത്തിലേക്ക് മടങ്ങി വരിക എന്നതാണ്. അതിൽ ഒരു നൈർമല്യമുണ്ട്, നിഷ്കളങ്കതയുണ്ട്. അപ്പോൾ ഈ 2 ഭാവങ്ങളാണ് നമ്മെ ലോകത്തിൽ വലിയവരാകാൻ നിർബന്ധിക്കുന്നത്. ഞാൻ ഏറ്റവും വലിയവനാണ്, മറ്റുള്ളവർ എന്നേക്കാൾ താഴെയുള്ളവരാണ് എന്ന് ചിന്തിക്കുന്ന ആർക്കും സ്വർഗരാജ്യത്തിൻ്റെ സ്വഭാവത്തിൽ നിലനിൽക്കാൻ സാധിക്കുകയില്ല. തന്നെത്താൻ താഴ്ത്തുന്നവൻ മാത്രമാണ് ഉയർത്തപ്പെടുക എന്ന സ്വർഗരാജ്യ തത്വം കർത്താവ് ഇവിടെ നമ്മോട് പറയുന്നു. അതുകൊണ്ട് താഴ്ത്തുന്നവരെ അല്ലെങ്കിൽ ശിശുക്കളെ മാറ്റി നിർത്തുന്ന ആളുകൾക്ക് അയ്യോ കഷ്ടം എന്ന് പറയുന്നു. ഇടർച്ചകൾ സാധാരണമാണ്, എങ്കിലും ഇടർച്ച വരുത്തുന്ന മനുഷ്യർക്ക് അയ്യോ കഷ്ടം എന്ന് കർത്താവ് പറയുന്നു. അപകടത്തിനും ഇടർച്ചകൾക്കും സാധ്യതയുണ്ടെന്ന് നമ്മൾ കാണുമ്പോൾ കൂടുതലായി ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കാൻ ആവശ്യമുണ്ട്. ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കണമെന്നോ നമുക്ക് ഇടർച്ച വരുത്തണം എന്നോ അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒരു തിന്മയുടെ വഞ്ചനയും മാലിന്യവും കർത്താവ് അറിയുന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ കരുതലുള്ളവരായിരിക്കണം എന്ന് തൻ്റെ വാക്കുകളിലൂടെ പ്രസ്താവിക്കുന്നു.
ഇന്ന് താഴ്ന്നു കൊടുക്കാൻ അല്ലെങ്കിൽ ചെറിയവരാകാൻ ആർക്കും മനസ്സില്ല. എല്ലാവർക്കും വലിയവരാകണം. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ തങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവർ കാണണം, ലൈക്ക് അടിക്കണം, നമ്മൾ എന്തോ വലിയ സംഭവമാണ് എന്നൊക്കെ ലോകത്തോട് പറയാൻ വെമ്പൽ കൊള്ളുന്നത് ഒരു ക്രിസ്തീയ നിലപാടല്ല എന്ന് തന്നെ വേദവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. എത്രത്തോളം താഴ്മയുള്ളവരായിരിക്കാം, എത്രത്തോളം മാറി നിൽക്കാം, എത്രത്തോളം വിട്ടുകൊടുക്കാം, അത് നമ്മൾ ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെ മാനിക്കും. അതാണ് ദൈവരാജ്യത്തിൻ്റെ അടയാളം. നമ്മെ തന്നെ കൂടുതൽ മറ്റുള്ളവരുടെ മുൻപാകെ വെളിപ്പെടുത്താനും സ്വയം വലിപ്പമുള്ളവരാണെന്ന് പറയാനും ശ്രമിക്കുന്നത് തിന്മശക്തിയുടെ അടയാളമാണ്. അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് സ്വയം വിട്ടുകൊടുക്കാനും താഴ്മയുള്ളവരായിരിക്കാനും നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിക്കാം. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മളെ മാനിക്കും. പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മാറി നിൽക്കുന്നതിനും ഞാനൊന്നുമല്ല എന്ന് പറയുന്നതിനും ഉള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ തന്നെ മറ്റുള്ളവരുടെ മുൻപാകെ വലിയവരെന്ന് കാണിക്കാനുള്ള വ്യഗ്രതകളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ഊർജവും അതിനുള്ള പക്വതയും ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് പകൽക്കാലം പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കരുണയിൽ മാത്രം ആശ്രയിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിലും നിലപാടിലും ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും സാന്നിധ്യവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.